കണ്ണൂരിലെ UDF സ്ഥാനാർത്ഥി കെ സുധാകരൻ വിജയത്തിലേക്ക് ചുവടുവെച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ ആത്മവിശ്വാസം, വലിയ പ്രചരണത്തിൽ വലിയ ആൾക്കൂട്ടം, ഇതെല്ലാം ഒരു വിജയത്തിലേക്കുള്ള ചുവടുവെപ്പായി തന്നെയാണ് കാണുന്നത്. അതെ, നിശ്ചയമായും. ഇപ്പം മാത്രമല്ല, തുടക്കത്തിലെ അങ്ങനെയായിരുന്നു തുടങ്ങിയത്. ആ തുടക്കം നമ്മൾ ഇപ്പോഴും നിലനിർത്തി പോകുന്നു. ഇപ്പോൾ കൂടുതൽ കോൺഫിഡൻസ് ആയി. ആ കോൺഫിഡൻസിലാണ് നമ്മളുള്ളത്. എന്തായാലും കണ്ണൂരിലെ എതിർ സ്ഥാനാർത്ഥി പാർലമെന്റിൽ പെർഫോമൻസ് ഇല്ല, അങ്ങനെ തുടങ്ങിയിട്ടുള്ള വേറെ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതൊന്നും മണ്ഡലത്തെ ജനങ്ങൾ ആരും തന്നെ ഏശില്ല, അല്ലെങ്കിൽ ആ പ്രചരണങ്ങളൊന്നും തന്നെ ഏശില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണോ സുധാകരൻ? ഞാൻ എൻ്റെ രാഷ്ട്രീയ 5 വർഷത്തെ എൻ്റെ പ്രവർത്തനത്തിൻ്റെ വർക്കിംഗ് നോട്ട് ഇന്ന് എല്ലാ വീടുകളിലും എത്തിച്ചിട്ടുണ്ട്. ഞാൻ ചെയ്തനോ പ്രവർത്തിച്ചനോ ഇല്ലേ എന്നുള്ളത് നോക്കിയാൽ മനസ്സിലാവും. കുറേ ആൾക്ക് കള്ളം പറഞ്ഞാൽ കുറേ ആളുകളെ വിശ്വസിപ്പിക്കാൻ പറ്റും. അതല്ലാതെ ഞാൻ എൻ്റെ മറ്റേത് MPമാരെക്കാളേറെ വികസന രംഗത്തും ഈ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ മറ്റ് രംഗത്തും ഒക്കെ ഞാൻ മുൻപിലാണ് എന്നത് ആ കണക്ക് വെച്ച് നോക്കിയാൽ കറക്റ്റ് റിപ്പോർട്ടാണ്. സുധാകരന് മാത്രം ഈ കണ്ണൂർ എത്രയും ജനങ്ങളുമായിട്ടൊരു ബന്ധം സൂക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെയാണല്ലേ? ആണ്. ഞാൻ ചോദിക്കുന്നു, ഞാനിവിടെ 100-300 കുട്ടികൾക്ക് തന്നെ ഞാൻ മറ്റേ മുച്ചക്ര വാഹനങ്ങളും കാര്യങ്ങളും കൊടുത്തിന്. ആ 300 ഫാമിലി എന്നെ തള്ളു. അങ്ങനെ എത്രയോ ആളുകൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഒരു റോഡ് കെട്ടുന്നു. റോഡ് വെട്ടുമ്പോൾ ആ നാട്ടിൽ ജനങ്ങൾ മുഴുവൻ എൻ്റെ കൂടെ നിൽക്കൂലേ? ഞാൻ നമ്മുടെ പ്രധാനമന്ത്രി പ്രൈം മിനിസ്റ്റേഴ്സ് റോസ്ഗാർ യോജന കേരളത്തിൽ ഏറ്റവും കൂടുതൽ റോഡ് വാങ്ങിയത് ഞാനാണ്. അതിനുള്ള നാട്ടുകാരുടെ പിന്തുണ എനിക്ക് ഉണ്ടാവില്ലേ? അതാണ് ഇതാണ്. അതുകൊണ്ട് എനിക്ക് ഭയപ്പാടൊന്നുമില്ല. എന്നെ വിമർശിച്ചിട്ട് എന്നെ വോട്ട് കുറക്കാനൊന്നും അവർക്ക് സാധിക്കില്ല. ജനങ്ങൾക്ക് എന്നെ അറിയാം, അവർക്ക് എനിക്ക് വോട്ട് ചെയ്യാനും അറിയാം. ഞാൻ പൂർണ്ണ വിശ്വാസമാണ്. നല്ല ഭൂരിപക്ഷത്തിലാണ് ഞാൻ ജയിക്കുകയും ചെയ്യും, എന്നെ ജയിപ്പിക്കുകയും ചെയ്യും. ഒരു കാര്യം കൂടി, അതായത് ഈ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിക്കെതിരെ മുഖ്യമന്ത്രി അതിരൂക്ഷമായ വിമർശനം നടത്തി. ഇന്നിപ്പോൾ കണ്ണൂരിൽ MP ജയരാജൻ പറഞ്ഞ രാഹുൽ ഗാന്ധി ഒരു കിങ്ങിണിക്കുട്ടനാണ് എന്നുള്ളതാണ് പരാമർശം അദ്ദേഹത്തിന്റെ ഭാഗത്ത്. അല്പന്മാരാണ് മുഖ്യമന്ത്രി ആയാലും. എന്ന മറ്റേ പേരെന്താ? MP ജയരാജനെ കുറിച്ചിട്ട് പൊതുവെ എന്താ പറയുന്നത്? പൊതുവെ ജനറലായിട്ട് ആളുകൾ എന്താ പറയുന്നത്? ഞങ്ങൾ മാത്രമല്ല, CPM-കാരടക്കം പറയുന്നത്. അദ്ദേഹം വിളിക്കുന്ന ഒരു പേരുണ്ടല്ലോ, എന്താ പേര്? ഞാൻ പറയുന്നില്ല. എനിക്ക് ഇഷ്ടമാണ് ആ പേര് പറയുന്നത്. ഞാൻ പറയുന്നില്ല. പക്ഷേ അവരൊക്കെ അവരവരും മലന്ന് കിടന്ന് തുപ്പുന്നതിന് സമാണ്. രാഹുൽ ഗാന്ധിക്കെതിരെ പറയാനൊക്കെ ഇയാൾ ആരാ? ഈ മുഖ്യമന്ത്രി ആരാണ്? ഇയാൾക്ക് എന്ത് ക്വാളിറ്റിയാണുള്ളത്? ഈ മുഖ്യമന്ത്രി പദം തന്നെ ഈ സംസ്ഥാനത്ത് ഭരിച്ചു. എന്തുണ്ടാക്കി ഇവിടെ? കുടുംബത്തിന് വേണ്ടി ജീവിച്ചു, കുടുംബത്തിന് വേണ്ടി പണം ഉണ്ടാക്കി, കുടുംബത്തിന് വേണ്ടി കൊള്ള നടത്തി. മകള് കേസിലെ പ്രതിയായില്ലേ? ജയിലിൽ പോകുകയല്ലേ? പോകും. ഇദ്ദേഹവും പോകും. ഇദ്ദേഹം കൊണ്ട് കട്ടുമുടിച്ച ഒരുപാട് കേസുണ്ട്. അതിനൊക്കെ CA ഇല്ല, കേന്ദ്ര പോലീസിൻ്റെ അന്വേഷണമില്ലെങ്കിൽ ഞങ്ങൾ കോടതിയിൽ പോകും. അന്വേഷിക്കണം. എന്താ പറയും? അന്വേഷിക്കാൻ പോയാൽ ഉറപ്പാണ് കേസിൻ്റെ അകത്ത് കിടക്കും. SNC ലാവലിൻ കേസ് മാറ്റി വെക്കുക. എന്ന് കേസെടുക്കുന്നു അന്ന് ജയിലിൽ പോകും. ഇതാരാ പറയുന്നത്? ഈ നാണവും മാനവും ഇയാൾക്ക് ഇല്ലാത്തത് കൊണ്ട് ഇയാൾക്ക് എന്തും പറയാമെന്നാണ്. രാഹുൽ ഗാന്ധിനെ വിമർശിച്ച് BJP തൃപ്തിപ്പെടുത്തുക. അതെ, അത്രേ ഉള്ളൂ. എന്തായാലും വലിയ ആത്മവിശ്വാസം ഉണ്ടല്ലേ? എന്തായാലും വലിയ ആത്മവിശ്വാസത്തിലാണ് കെ സുധാകരൻ പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും പരമാവധി ആൾക്കൂട്ടത്തെ മുൻനിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ആൾക്കൂട്ടത്തെ അണിനിരത്തിക്കൊണ്ട് കണ്ണൂരിൽ വീണ്ടും ഒരു വിജയ തുടർച്ച ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് കെ സുധാകരൻ കണ്ണൂരിൽ ലക്ഷ്യമിടുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷ് ഉർബശിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാട് ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ.